വടക്കൻ കേരളത്തിൽ മെക്സവൻ എന്ന പേരിൽ നടക്കുന്ന കായിക പരിശീലനത്തിനെതിരെ CPM രംഗത്ത് വന്നു. മെക്സവന് പിന്നിൽ മതരാഷ്ട്രീയവാദികളെന്ന് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ 24നോട് പറഞ്ഞു. ഈ മൾട്ടിപ്പിൾ എക്സൈസ് കോമ്പിനേഷൻ എന്ന മെക്സവൻ അത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു സതുദ്ദേശപരമായി ആരംഭിച്ച ഒരു സംരംഭമാണ്. ജീവിതശൈലി രോഗങ്ങളിൽ നിന്നെല്ലാം മോചനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു വ്യായാമ കൂട്ടായ്മയാണ്. സമീപകാലത്ത് ഈ ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ ഈ സംഘപരിവാർ, SDPI പോലുള്ള മതരാഷ്ട്രവാദികളും തീവ്രവാദികളും എല്ലാം ഇത്തരം പൊതു ഇടങ്ങളിലും പൊതുവേദികളിലും നുഴഞ്ഞു കയറി തങ്ങളുടെ സങ്കുചിതമായ മതരാഷ്ട്രവാദത്തിനും അതുപോലെ വർഗീയ അജണ്ടക്കുമെല്ലാം ഒരു മറയാക്കി ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപൂർവം ചിലയിടങ്ങളിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഒരു പൊതുജാഗ്രത മതനിരപേക്ഷ ജനാധിപത്യ സമൂഹം, നാട് പുലർത്തേണ്ടതുണ്ട്. അതാണ്, ആ മുന്നറിയിപ്പാണ് ഞങ്ങൾ പൊതുവെ സമൂഹത്തിൽ നൽകിയിട്ടുള്ളത്. മെക്സവനെതിരെ സമസ്ത UP വിഭാഗം രംഗത്ത് വന്നു. മെക്സവന് പിന്നിൽ ചതിയെന്നും അതിൽ സുന്നികൾ പെട്ടുപോകരുതെന്നും സമസ്ത AP വിഭാഗം നേതാവ് പേരോട് അബ്ദുറഹ്മാൻ സഖാബി പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുടെ ചതി, അതിൽ മുസ്ലിമീങ്ങൾ പെട്ടുപോകും. വേറെ പല പേരിലും സുന്നികളെ പിടിച്ചു കൊണ്ടുപോകാൻ നോക്കുക. അതെങ്ങനെ? നമുക്ക് കളരി പഠിക്കാം, വേറൊരു പരിപാടി വ്യായാമം ഉണ്ടാക്കുക, ഇങ്ങനത്തെ ചില പരിപാടി ഉണ്ടാക്കിയിട്ട് സാധാരണക്കാരായ ആളുകളെ കൂട്ടിക്കൊണ്ടുപോവുക. പിരിയുമ്പോൾ നമുക്കൊരു മുസാഫയത്ത് നടത്തി കളയാം, ഒരു സലാം ചൊല്ലിക്കളയാം. ആകയാൽ സുന്നത്തിയമായത് വിളിക്കുക. അതിനുവേണ്ടി ചില കളരി, അതിനുവേണ്ടി ചില വ്യായാമ പരിപാടി, ഇതൊക്കെ ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി വലിയ ചതിയാണ്, വലിയ ചതിയായിട്ട് നടത്തുന്നുണ്ട്. കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് SK. ഈ മെക്സവനെതിരായി ആദ്യത്തെ പ്രതികരണം നടത്തുന്നത് P. മോഹനാണ്. അതായത് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹൻ മാസ്റ്റർ തളിപ്പറമ്പിലെ ഒരു പാർട്ടി പൊതുവേദിയിലാണ് ആദ്യമായി പറയുന്നത്. കോഴിക്കോട്ടെ പല ഭാഗങ്ങളിൽ, ഗ്രാമപ്രദേശങ്ങളിൽ വ്യായാമത്തിൻ്റെ പേരിൽ SDPIയും ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യമാണ് മാഷ് അന്ന് എടുത്തു പറഞ്ഞിരുന്നത്. ഇവർ നുഴഞ്ഞു കയറിക്കൊണ്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നു. അതായത് സതുദ്ദേശപരമായ പൊതു കൂട്ടായ്മയെ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ദുരുപയോഗം ചെയ്യുന്നു. അതിൽ ജാഗ്രത പാലിക്കണമെന്നായിരുന്നു അന്നത്തെ പ്രസംഗം. ഇന്ന് 24നോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് മതരാഷ്ട്രവാദികൾ, വർഗീയവാദികൾ പൊതു ഇടങ്ങളെ കൃത്യമായ അജണ്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഈ ഒളിച്ചുകടത്തലിനെ, ഈ നുഴഞ്ഞുകയറ്റത്തിനെ ജാഗ്രത വേണമെന്നുള്ളതാണ് മോഹൻ മാഷ് പറഞ്ഞത്. ഒപ്പം തന്നെ AP വിഭാഗം വളരെ ശക്തമായി രംഗത്തെത്തിയിരിക്കുകയാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ ചതിയാണ് ഇത് എന്നും ഇതിൽ ഇസ്ലാം ജാഗ്രത പാലിക്കണം, അതായത് മുസ്ലിം സമൂഹം ജാഗ്രത പാലിക്കണം എന്ന് പറയുന്നു. സുന്നത്ത് ജമാഅത്തിനെ പൊളിക്കാൻ വേണ്ടി കളരി പഠിക്കാം, വ്യായാമം പഠിക്കാം എന്ന നിലയിലുള്ള പ്രചരണമാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും മെക്സവനുമായി ബന്ധപ്പെട്ട് മെക്സവനിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയും SDPIയും നുഴഞ്ഞു കയറുന്നു എന്നുള്ള രീതിയിലുള്ള വലിയ ചർച്ചയ്ക്കാണ് CPIM തുടക്കമിട്ടത്. അതിപ്പോൾ AP വിഭാഗം സമസ്തയും കൂടി ഏറ്റെടുത്തപ്പോൾ മതത്തിനകത്തും അതൊരു പ്രധാന ചർച്ചയാകാൻ പോകുന്നു. SK, ഇനിയിപ്പോൾ സർക്കാർ ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. SK ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്.